ഇപ്പോൾ നിതിൻ രാജിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് 42ഓളം ദളിത് സംഘടനകൾ ഇന്ന് ഹർത്താൽ നടത്തുന്നത്. ഇപ്പോൾ നിതിൻ രാജിൻ്റെ പിതാവ് നമുക്കൊപ്പം ചേരുന്നു. ഷബീർ റാവത്താണ് പിതാവിനൊപ്പം ഉള്ളത്. പറയൂ ഷബീർ. ഏറെ സങ്കടകരമായ ഒരു കാര്യമായിരുന്നു. കാരണം ഇന്ന് കേരള ഹർത്താൽ എന്ന പേരിലൊക്കെ ഒരു ഹർത്താൽ നമ്മൾ നീതിയുടെ അല്ലെങ്കിൽ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തുന്നു ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇതിന്റെ നിയമ നടപടികൾ നടക്കുന്നു. ഇപ്പോൾ നിതിൻ രാജിന്റെ പിതാവ് നമുക്കൊപ്പം ചേരുകയാണ്. ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു 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 സംഭവമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായെന്ന് മലയാളികൾക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷേ നമ്മൾ ഈ വലിയ സങ്കടമുണ്ട്. എനിക്കറിയാം എപ്പോഴും സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴും നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നിയമ പോരാട്ടം നടത്തുകയാണ്. അതെ, മോൻ്റെ നീതിക്കായാണ് ഇന്ന് നടത്തുന്ന ഹർത്താൽ വളരെ നല്ലതാണ്. പക്ഷേ ഇന്നും കേരള പോലീസും മറ്റുള്ള എല്ലാവരും ഇരുട്ടിൽ തപ്പുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവർ പറയുന്നു ആന്ധ്രയിലും കർണാടകയിലും ബാംഗ്ലൂരും ഒക്കെ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്നെ അന്വേഷണ കമ്മീഷൻ്റെ മുമ്പാകെ ACP ഹരിപ്രസാദിൻ്റെ മുമ്പാകെ ഹാജരായപ്പോൾ അദ്ദേഹം പറഞ്ഞെന്ന് എല്ലായിടത്തും വിന്യസിച്ചിരിക്കുന്നു, എല്ലായിടത്തും ആളുണ്ട്. ഇത്രയും ദിവസമായിട്ട് പിടിക്കാൻ കഴിയുന്നില്ലല്ലോ. കണ്ണൂരിൽ പള്ളിക്കുന്നിൽ തന്നെ അങ്ങേര് കാണും, അത് നമുക്ക് പൂർണ്ണ ഉറപ്പാണ്. കാരണം ആര് പിടിക്കാൻ? ഇന്ന് കേരളത്തിൽ ഓരോ സംഭവം ഉണ്ടാകും അപ്പോഴും പിടിക്കണേണ്. നമ്മൾ അച്ഛനോട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഈ പോലീസിൽ വീഴ്ചയാണോ പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർ അന്വേഷിക്കുന്നില്ല, കൃത്യമായി അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണോ അച്ഛൻ്റെ ഈ കുടുംബത്തിൻ്റെ പരാതി? അതെ, ഞങ്ങളുടെ വാദം ആരും കേൾക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ CCTV വിഷ്വൽസ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ഒരു ചെറിയ ഫോണിൽ CCTV വിഷ്വൽസിൽ പിന്നെ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ കുറച്ച് വിഷ്വൽസ് അല്ലാതെ വേറെ ഒന്നും ഹാജരാക്കിയില്ല. ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നു അത് വേറൊരു പോലീസിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ കയ്യിലാണ്, അത് ഞങ്ങളുടെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്ന ആ ഒരു പദമാണ് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അത് ഞങ്ങളുടെ കയ്യിലില്ല, വേറൊരു ഉദ്യോഗസ്ഥൻ്റെ. അത് എന്ത് ന്യായമാണ്? അവരെല്ലാം കളക്ട് ചെയ്തിട്ടല്ലേ അന്വേഷിക്കാൻ ഇറങ്ങി. ഞങ്ങൾ ഇന്നുവരെ അതൊന്നും കാണിച്ചിട്ടില്ല. സ്റ്റാഫ് റൂമിൽ എന്ത് നടന്നു, വെളിയിൽ എന്ത് നടന്നു, ഒരുപാട് വിഷ്വൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഒരൊറ്റ കാര്യം പോലും ഹാജരാക്കാതെ ഞങ്ങളെ കാണിക്കാതെയാണ് അവർ കോടതിയിലേക്ക് പേപ്പറുകൾ അയച്ചത്. മറ്റൊരു കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു അധ്യാപികയ്ക്ക് ജാമ്യം കിട്ടുന്നത്. അതെ, അതിനെതിരെ മാർച്ച് 13-14 എൻ്റെ മകളുടെ ഫോണിലേക്ക് ഇവരാണ് എന്നെ ടോർച്ചർ ചെയ്യുകയും ഇവരാണ് നിരന്തരം പീഡിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് മോളുടെ ആ ഫോണിലേക്ക് ആ ഫോട്ടോകൾ റാമിൻ്റെയും സംഗീതയുടെയും കൈമാറിയത്. അതിൻ്റെ ഓഡിയോ ക്ലിപ്പും എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും മാധ്യമങ്ങൾക്കൊക്കെ കൊടുത്തതാണ്. എന്നിട്ടും അവർക്ക് ജാമ്യം കൊടുത്തു. അപ്പോഴെന്ന് പറഞ്ഞാൽ വീഴ്ച തന്നെയാണ്, ഈ അന്വേഷണത്തിലെ വീഴ്ച തന്നെയാണത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മൾ ഈ മക്കളെ നഷ്ടപ്പെട്ടുള്ള മാതാപിതാക്കളോട് നമുക്ക് എന്ത് സംസാരിക്കണമെന്നറിയില്ല. ഇപ്പോൾ അമ്മ നമ്മളിവിടെ വരുന്ന സമയം മുതൽ അമ്മയുടെ കണ്ണീര് ഇതുവരെയും അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ്. അമ്മ പോട്ടമ്മ വേണ്ട മാറ്റി. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ നിയമ നടപടികൾ അല്ലെങ്കിൽ ഈ നിയമപരമായിട്ടുള്ള അവകാശം അവർക്ക് ഉറപ്പാക്കണം. അത് ഏത് തരത്തിലാണെങ്കിലും പോലീസ് അക്കാര്യത്തിൽ ഇടപെടൽ നടത്തണമെന്നാണ്. കാരണം തോരാത്തൊരു അമ്മയുടെയും അച്ഛൻ്റെയും കുടുംബത്തിൻ്റെയും കണ്ണീരാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നമുക്കിപ്പോൾ സമാധാനിപ്പിക്കാൻ പോലും കഴിയില്ല. കാരണം അങ്ങനെ സമാധാനിപ്പിച്ചിട്ട് എന്തെങ്കിലും കാര്യം, നമ്മൾ പറയുന്ന എന്തെങ്കിലും വാക്കുകൾക്ക് കാര്യമുണ്ടെന്നും തോന്നുന്നില്ല. SKN. ഓക്കെ, എന്തായാലും നിതിൻ രാജിൻ്റെ അച്ഛനും അമ്മയുമാണ് നമ്മളോട് സംസാരിക്കാൻ ശ്രമിച്ചത്. അമ്മ സങ്കടക്കടലിൽ നിന്ന് എന്ന് ഉയർന്നു വരും എന്ന് നമുക്കറിയില്ല. എന്തായാലും കേരളത്തിലുടനീളം 42 ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത നിതിൻ രാജിന് നീതി ലഭിക്കാൻ വേണ്ടി നടത്തുന്ന ഹർത്താൽ പുരോഗമിക്കുകയാണ്. പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട്. കോഴിക്കോട് ഉള്ളിയേരിയിൽ ഹർത്താൽ അനുകൂലികൾ ബസ് തടഞ്ഞു എന്ന് വാർത്ത വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.